മാർപ്പാപ്പയായി ഫ്രാൻസിസ് മാർപ്പാപ്പ അവരോധിക്കപ്പെടുന്നത്. 1272 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ചരിത്ര നിയോഗം. അതായത് യൂറോപ്പിന് പുറത്തു നിന്നുള്ള ഒരു കർദിനാൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള പ്രത്യേകതയും ഫ്രാൻസിസ് പാപ്പയുടെ ഈ വരവിനുണ്ടായിരുന്നു. കാർത്തിക് ചേരുന്നു. കാർത്തിക്, മറ്റു വിവരങ്ങൾ വത്തിക്കാനിൽ നിന്ന് വരുന്നുണ്ടോ? അദ്ദേഹത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്ന ഘട്ടത്തിലായിരുന്നല്ലോ ഈ വിയോഗം. തീർച്ചയായിട്ടും മഞ്ജുഷ, വളരെ ചുരുക്കം വരികളിലാണ് പോപ്പിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ വത്തിക്കാൻ ന്യൂസ് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം 7:35 സംഭവിച്ചു. അദ്ദേഹം സാന്താ മാർട്ടയിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത് എന്ന് മാത്രമാണ് അതിലെ വിശദാംശങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം. 7:35 ഇറ്റാലിയൻ സമയം, അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് 1:30 അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത്. അനുഗ്രഹങ്ങൾക്കും ആശീർവാദങ്ങൾക്കും അപ്പുറം ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞ ഒരു വെളിപാട് പുസ്തകത്തിൻ്റെ പേര് കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതാണ് ഏറെ ശ്രദ്ധേയം. 21 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് പൾമണറി ഇൻഫെക്ഷൻ മൂലം അദ്ദേഹത്തിൻ്റെ ഇരു ശ്വാസകോശങ്ങളിലും ചെറിയ ഭാഗങ്ങൾ, അതായത് അതിന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗത്തും നീക്കം ചെയ്തത്. അതുകൊണ്ടാണ് ശൈത്യകാലത്ത് അദ്ദേഹത്തിന് ബ്രോങ്കൈറ്റിസ് പതിവായി വരാറുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 38 ദിവസം അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞു. പക്ഷേ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് രോഗം പോയെങ്കിലും അതിലെല്ലാം നിന്ന് അദ്ദേഹം തിരിച്ചു വന്നത് വലിയ ആവേശത്തോടെയാണ് വിശ്വാസികൾ കണ്ടത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ നമുക്ക് ഓരോ ദിവസവും ആശുപത്രിക്ക് മുന്നിൽ കാണാമായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ലോകമെമ്പാടും പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോഴും വലിയൊരു മടങ്ങിവരവാണ് അദ്ദേഹം നടത്തിയത്. ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശം നൽകുമോ എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടിയിരുന്നു. എന്നിട്ടും ഈ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം 3-ലധികം തവണ അദ്ദേഹം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ 10,000-കണക്കിന് വിശ്വാസികളാണ് റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഈസ്റ്റർ ദിനവുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നത്. അവരെ എല്ലാം അഭിസംബോധന ചെയ്തത് ഒറ്റ വാക്കിലായിരുന്നു: ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഹാപ്പി ഈസ്റ്റർ എന്ന ഒറ്റ വരിയിൽ അദ്ദേഹം ഇന്നലെ ആശംസ അവസാനിപ്പിച്ച് അദ്ദേഹം ചുമതലപ്പെടുത്തിയ കർദിനാളിനോട് തൻ്റെ സന്ദേശം വായിക്കാൻ പറയുകയും ചെയ്തു. ആ സന്ദേശവും സമകാലിക പ്രസക്തിയുള്ള സന്ദേശം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം കലുഷിതമായ യുദ്ധങ്ങളുടെ അന്തരീക്ഷത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവർത്തിച്ചാവശ്യപ്പെട്ട ഒരു പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഈസ്റ്റർ സന്ദേശത്തിലും ഇക്കാര്യമാണ് അദ്ദേഹം ഊന്നിപ്പറഞ്ഞത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറ്റലിയിൽ റെയിൽവേ ജീവനക്കാരൻ്റെ 5 മക്കളിൽ ഒരാളായി 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ അദ്ദേഹത്തിൻ്റെ ജനനം. 1969 ഡിസംബർ 13 അദ്ദേഹം ജസ്യൂട്ട് വൈദികനായി തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വൈദിക വൃത്തി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. 98 ബ്യൂണസ് ഐറസിൻ്റെ ആർച്ച് ബിഷപ്പായി. 2001 കർദിനാളായി. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരിക്കുമ്പോൾ തന്നെ ഔദ്യോഗിക വസതി ഒഴിവാക്കി നഗരപ്രാന്തത്തിലെ ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം താമസിച്ചത്. അത്തരത്തിൽ സാധാരണഗതിയിൽ മാർപ്പാപ്പമാർ സ്വീകരിച്ചു വരുന്ന എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ശ്രദ്ധേയനായിരുന്നു തുടക്കം മുതൽ തന്നെ. വത്തിക്കാൻ 1 ലിമോസിൻ മാർപ്പാപ്പമാർക്കായുള്ള അത്യാഡംബര വാഹനമാണ്. ആ വാഹനത്തിലാണ് സാധാരണ മാർപ്പാപ്പമാർ അവിടെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങൾ സഞ്ചരിക്കാറുള്ളത്. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സാധാരണ ഫിയറ്റ് കാറിൽ യാത്ര ചെയ്ത് തനിക്ക് ഇത്തരത്തിൽ ദൈവികമായ വസ്ത്രങ്ങൾ തച്ച് തരുന്നവരോട് പോലും നേരിട്ട് എത്തി അവരുമായി സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പ. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിരവധി വ്യത്യസ്തതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തിയതും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കത്തോലിക്ക സഭയുടെ ഇടയനായി ലോകത്തിൻ്റെ മുഴുവൻ ആദരം അദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ 38 ദിവസം നീണ്ട ആശുപത്രിവാസം, അതാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാക്കിയത്. കടുത്ത ന്യൂമോണിയ അദ്ദേഹത്തിന് ബാധിച്ചു. ഇരു ശ്വാസകോശങ്ങളും തകരാറിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഏറെ നാൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ആശുപത്രി വിട്ട ശേഷവും അദ്ദേഹം ഈ കൃത്രിമ ശ്വാസം അദ്ദേഹത്തിന് അടിക്കടി നൽകിയിരുന്നു. ഒന്ന് ഇടപെടുകയാണ് കാർത്തിക്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മാർ റാഫേൽ തട്ടിൽ, എങ്ങനെയാണ് പാപ്പയെ അനുസ്മരിക്കുന്നത്? എങ്ങനെ കത്തോലിക്ക സഭയ്ക്ക് താങ്ങാനാവും ഈ വിയോഗം? അതീവ ദുഃഖത്തോടു കൂടിയിട്ടാണ് മാർപ്പാപ്പയുടെ
നിര്യാണം ഞങ്ങൾ കേൾക്കുന്നത് വാക്കുകൾ കൊണ്ട് ദുഃഖം രേഖപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ വികാരങ്ങളുടെ വേലിയേറ്റം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. മാർപ്പാപ്പ ഞാൻ മേജർ ആർച്ച് ബിഷപ്പായ ശേഷം ആദ്യം കാണുന്നത് മെയ് 13 2024 അന്ന് മാർപ്പാപ്പ ഞങ്ങളെ സ്വീകരിച്ച വിധം എനിക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങള് സീനിയർ ആയിട്ടുള്ള എല്ലാ ബിഷപ്സും എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായിട്ട് റോമിൽ പോയതാണ്. ഏറ്റവും ആദ്യം ഞങ്ങളെയാണ് സ്വീകരിച്ചത്. വളരെ ഏർലി മോർണിംഗിലെ ഒരു 7:30 മണി 8 മണി ആകുമ്പോഴേക്കും ഞങ്ങൾ സ്വീകരിച്ചു മാർപ്പാപ്പ അന്ന് ഫോർമാലിറ്റികളൊന്നുമില്ലാതെ ഒരു ഔപചാരികതയില്ലാതെ ഞങ്ങളോട് ഹൃദ്യമായിട്ട് പെരുമാറി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ കൈ പിടിച്ചിട്ടാണ് മാർപ്പാപ്പ എന്നെ തന്റെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയത്. മാർപ്പാപ്പ വളരെ ഔപചാരികത്വമില്ലാത്ത സാധാരണക്കാരന്റെ ശൈലിയുള്ള ഒരു മാർപ്പാപ്പയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭരണത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിഗണിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചൊരു മാർപ്പാപ്പയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലെ സഭയുടെ ഭരണക്രമത്തില് വലിയ ഒരു ജനകീയ മുഖം ഉണ്ടാകണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ പേരെടുത്ത് ഫ്രാൻസിസ് എന്നാണ്. പാവങ്ങളുടെ പക്ഷം ചേർന്ന ചരിത്രത്തിലെ പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു പ്രതീകമാണ് ഫ്രാൻസിസ് അസീസി. ഈ ഫ്രാൻസിസിന്റെ പേര് മാർപ്പാപ്പ സ്വീകരിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് മാർപ്പാപ്പ പറഞ്ഞത്, എന്റെ നിലപാട് പാവങ്ങളോട് ഫ്രാൻസിസിനെ പോലെ പക്ഷം ചേരുന്നതാണ്. നീതിക്ക് വേണ്ടി കരയുന്ന എല്ലാവർക്കും നീതി സംലിപ്തമാക്കുന്നതാണ് എന്റെ വലിയ ആഗ്രഹം. ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർപ്പാപ്പയാണ്. ഭാരതത്തിലെ 3 റീത്തുകള് നിങ്ങൾക്കറിയാം: സിറോ മലബാർ സഭ, സിറോ മലങ്കര സഭ, ലാറ്റിൻ റീത്ത്. ഈ 3 സഭകളുടെയും പരസ്പര ബന്ധങ്ങളിലെ കാണിക്കേണ്ട വലിയ ഊഷ്മളതയും സൗഹൃദവും സഹകരണവും ഒക്കെ മാർപ്പാപ്പ എഴുതിയ ഒരു കത്തുണ്ട്. 2024 മെയ് 13 17 ഈ കത്ത് മാർപ്പാപ്പ പ്രസിദ്ധീകരിക്കുന്നത്. ഈ കത്ത് വളരെ പ്രധാനപ്പെട്ട